അടുത്ത സെക്ഷൻ എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല ശരിക്കും ശ്രദ്ധിച്ചാൽ വേഗം ഈ ക്ലാസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ മനസ്സിലാവും കേട്ടോ. എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ നോക്കുക. ഇപ്പോൾ നമ്മൾ ഒരു മോളിക്കുലാർ ഫോർമുല C2H6 എഴുതിയിട്ടുണ്ട്. ഇത് മോളിക്കുലാർ ഫോർമുലയാണ്. ഒരു മോളിക്യൂൾ ഈഥയിൽ 2 കാർബണും 6 H ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് മോളിക്കുലാർ ഫോർമുല C2H6 ആയത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള റേഷ്യോ എത്ര? കാർബണിൻ്റെ ഹൈഡ്രജൻ റേഷ്യോ 2:6. അത് ഏറ്റവും ചെറുതാക്കിയാലോ 1:3 അല്ലേ? അങ്ങനെയാണെങ്കിൽ CH3യെ നമ്മൾ ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയും. ഏതിൻ്റെ? ഈഥൈൻ്റെ C2H6 എന്ന കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്താണ്? CH3. അപ്പോൾ യഥാർത്ഥ റേഷ്യോ പ്രസ്താവിക്കുന്ന ഫോർമുലയെ മോളിക്കുലാർ ഫോർമുല എന്നും ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ പ്രസ്താവിക്കുന്ന ഫോർമുലയെ എന്ത് വിളിക്കും? എംപിരിക്കൽ ഫോർമുല എന്നും വിളിക്കും. കിട്ടില്ലേ? ഓക്കെ. കുറച്ച് എക്സാമ്പിൾ എഴുതിത്തരാം. ഗ്ലൂക്കോസ് C6H12O6 ആണ്. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല ഇതല്ലേ? ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുമ്പം ആദ്യം 6:12:6 അല്ലേ എടുക്കുക. അത് ചെറുതാക്കിയാൽ 1:2:1 അല്ലേ? അപ്പോൾ CH2O 1 ഉള്ളത് എഴുതണ്ട കേട്ടോ. ഇതാണ് എന്ത് ഫോർമുല? പറയും എംപിരിക്കൽ ഫോർമുല. ക്ലിയർ ആയിരിക്കുന്നത്. പക്ഷേ ചിലതിന് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ഇപ്പോൾ നോക്കിയേ Na2CO3 സോഡിയത്തിൻ്റെയും കാർബണിൻ്റെയും ഓക്സിജൻ റേഷ്യോ പറഞ്ഞേ 2:1:3. അതിനെ ചെറുതാക്കാനാവില്ല. അപ്പോൾ അതിൻ്റെ എംപിരിക്കൽ ഫോർമുലയും അതന്നെ, മോളിക്കുലാർ ഫോർമുലയും അതന്നെ. മനസ്സിലായോ? എന്നാൽ ഒരു വർഷം ഇങ്ങനെ ചോദിച്ചു CH3 CH2 CH2 COOH എന്നൊക്കെ കുറച്ച് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ എണ്ണുക. C എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ എത്ര? C4. H എണ്ണുക. 3 2 5 2 7 1 8. കണ്ട? H8. O എത്ര? O ഇല്ലേ? ഇപ്പോൾ 2. ഇങ്ങനെ എഴുതുക. എന്നിട്ട് ചെറുതാക്കിയേ. ആദ്യം 4:8:2 ആക്കുക. അത് ചെറുതാക്കാം കയ്യോ നോക്കിയേ? ഇല്ല. കാരണം 2 പോവും അല്ലേ? 2 പോവും. അപ്പോൾ 2:4:1 കിട്ടിയോ? അപ്പോൾ എന്താ എംപിരിക്കൽ ഫോർമുല? C2H4O. ക്ലിയർ ആയോ? C2H4O. അപ്പോൾ അങ്ങനെ ഏത് ടൈപ്പ് വന്നാലും നിങ്ങൾക്ക് എംപിരിക്കൽ ഫോർമുല എഴുതാൻ പറ്റൂലേ? യെസ്. അപ്പോൾ നമുക്ക് ആ എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് ഡെഫിനിഷൻ ഉണ്ട്. എന്തായിരിക്കും? ദി ഫോർമുല which describes എഴുതിയില്ലേ? ദി ഫോർമുല which describes the simplest whole number ratio of different kinds of atoms present in one molecule of the substance is called empirical formula. Okay. ഇനി what is molecular formula? അപ്പോൾ എംപിരിക്കൽ ഫോർമുല ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിൽ തന്നെ ഞാൻ ചെറിയ മാറ്റം വരുത്തും. The formula which describes the simplest whole number ratio of different kinds of atoms present in one molecule of the substance. ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ ഇത് ഹോൾ നമ്പർ റേഷ്യോ പ്രസ്താവിക്കുന്ന ഫോർമുല എന്ത് വിളിക്കും? എംപിരിക്കൽ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എല്ലാവരും എഴുതിയിട്ടുണ്ടാവണേ. ഞാൻ അതിൽ തന്നെ ചെറിയ മാറ്റം വരുത്തിയത് എന്നറിയോ? ദി സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഇല്ലേ? ഹോൾ നമ്പർ റേഷ്യോ. അതിന് പകരം ദി എക്സാക്റ്റ് റേഷ്യോ ഓക്കെ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് present in one molecule of the substance is called molecular formula. പഠിച്ചില്ലേ? ദി സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോതിന് പകരം യഥാർത്ഥത്തിലുള്ള റേഷ്യോ, എക്സാക്റ്റ് റേഷ്യോ എന്നാക്കിയാൽ മതി. യഥാർത്ഥത്തിലുള്ള റേഷ്യോ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും നമ്മൾ റിലേഷൻഷിപ്പ് എഴുതണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ C2H6 അല്ലേ തുടങ്ങിയത്? ഇത് മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയോ? C3 അല്ലേ? ആണോ?
അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോളിക്കുലർ മാസ് 30 ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് 15 ആണ്. എന്താ എംപിരിക്കൽ ഫോർമുല മാസ്? എംപിരിക്കൽ ഫോർമുലയിലുള്ള അറ്റോമിക് മാസ് ആഡ് ചെയ്യുക. ഇത് കാർബണിൻ്റെ 12 ഹൈഡ്രജൻ്റെ 3 15. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് എത്ര? 15. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഈ 30/15 എത്ര കിട്ടുക? 2 അല്ലേ? ആ CH3 എന്ന എംപിരിക്കൽ ഫോർമുലയെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C2H6 കിട്ടില്ലേ? ഇത് 1 ആണെന്ന് അറിയാലോ. അപ്പോൾ മോളിക്കുലർ ഫോർമുല കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2 അല്ലേ? എല്ലാറ്റിനും 2 ആയിരിക്കുമോ? ചിലത് 3 ആയിരിക്കും, ചിലത് 4 ആയിരിക്കും, അങ്ങനെ ആവും. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുലയെ 1, 2, 3, 4 അങ്ങനെയുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി മാറും? മോളിക്കുലർ ഫോർമുല ആവും. പഠിച്ചോ? ആ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല? പറയും മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു നമുക്ക് തൽക്കാലം n എഴുതാം. ഇവിടെ എഴുതാം. വാട്ട് ഈസ് n ഈക്വൽ ടു 1, 2, 3, 4 എക്സെട്ര. പോരെ? ക്ലിയർ ആയോ? ആ n കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആക്കി നിങ്ങൾ എന്ത് പഠിക്കുക? ഇപ്പോൾ 30/15 2 കിട്ടിയിട്ടില്ലേ? എന്താ 30? മോളിക്കുലർ മാസ്. എന്താ 30? ആ എക്സാമ്പിളിലെ 30 മോളിക്കുലർ മാസ് അല്ലേ? ഡിവൈഡ് ബൈ എന്ത് മാസ്? എംപിരിക്കൽ ഫോർമുല മാസ്. കിട്ടിയില്ലേ? എംപിരിക്കൽ ഫോർമുല മാസ് n ഈക്വൽ ടു മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. യെസ്. ഇനി എല്ലാവരും നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും നമുക്കിത് വേഗത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ്, എല്ലാവരും എഴുതണം ക്വസ്റ്റ്യൻ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 48.97 48.97% കാർബൺ, 2.7% ഹൈഡ്രജൻ, 2.7% ഹൈഡ്രജൻ ആൻഡ് 48.2 48.2% ക്ലോറിൻ. If the molecular mass of the compound is 147, അല്ലേ, ഫൈൻഡ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു എക്സാമ്പിളിലൂടെ ഏത് വന്നാലും ചെയ്യാനാവണം. കേട്ടില്ലേ? അതായത് നമുക്ക് തന്ന കോമ്പൗണ്ടിൽ 48.97% കാർബൺ ഉണ്ട്, 2.7% ഹൈഡ്രജൻ ഉണ്ട്. അതേ സമയത്തോ എത്ര? 48.2% ക്ലോറിൻ ഉണ്ട്. നമുക്കതിൻ്റെ എംപിരിക്കൽ ഫോർമുല ആദ്യം കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യൻ വന്നാൽ എപ്പോഴും എംപിരിക്കൽ ഫോർമുല ഫസ്റ്റ്, അതിനുശേഷം വേണമെങ്കിൽ മോളിക്കുലർ ഫോർമുല. ഇവിടെ ക്വസ്റ്റ്യനിൽ മോളിക്കുലർ ഫോർമുല വേണമല്ലോ, വേണം. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളിങ്ങനെ ഒരു കോളം വരക്കുക. അത് നല്ലത്, കാരണം ഓരോന്ന് എഴുതുന്നതിനേക്കാൾ ലാഭം ഇതായിരിക്കും സമയം. അപ്പോൾ നോക്ക്, എലമെൻറ്റ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. പക്ഷേ എലമെൻറ്റിൻ്റെ സിമ്പിൾ മാത്രം എഴുതിയാൽ മതിയേ. ഹൈഡ്രജൻ സാധാരണ H2 എന്നല്ല എഴുതല്, പക്ഷേ ഇവിടെ H എഴുതിയാൽ മതി. ക്ലോറിനോ Cl. പേഴ്സൻറ്റേജ് തന്നത് നോക്കി അതേപോലെ എഴുതുക. 48.97, 2.7, 48.2. ഇനി ഞാൻ 3 സ്റ്റെപ്പ് മുകളിൽ എഴുതേണ്ട പറഞ്ഞുതരാം. ഒന്ന് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്. ഒന്ന് പറഞ്ഞേ, എന്താണ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ, തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും മാസില്ലേ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100ൽ എത്ര അല്ലേ? 100 ഗ്രാമിലുള്ള ആ കോമ്പൗണ്ടിലെ ഓരോ എലമെൻ്റെയും മാസിനെ അതാതിൻ്റെ ആറ്റമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിലേറ്റീവായിട്ടുള്ള, ആപേക്ഷികമായിട്ടുള്ള എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് കിട്ടും. പഠിച്ചോ? റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ 48.97/12 12 ആറ്റമിക് മാസ് കാർബണിൻ്റെ. രണ്ടാമത്തെയോ 2.7/1 2.7/1. മൂന്നാമത്തെയോ 48.2/35.5. ക്ലിയർ? 48.2/35.5. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യണം. ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര വാല്യൂ? 4.08, 2.7, 1.357. ക്ലിയർ? സ്റ്റെപ്പ് പഠിച്ചില്ലേ? റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്? പെർസെൻറ്റേജിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ആറ്റമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം സിംപ്ലസ്റ്റ് റേഷ്യോ വേണം. എന്താ വേണ്ടത്? സിംപ്ലസ്റ്റ് റേഷ്യോ. സിംപ്ലസ്റ്റ് റേഷ്യോ ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ 3 എലമെൻ്റ് ആയതുകൊണ്ട് 3 മാസ് കിട്ടി. ഇതിൽ ഈ തന്നിരിക്കുന്ന
ഏത് ഈ കിട്ടിയിരിക്കുന്ന ഏറ്റവും വാല്യൂസിൽ ഏറ്റവും ചെറുത് ഏതാണോ ആ ചെറുത് കൊണ്ട് ഓരോന്നിനും ഡിവൈഡ് ചെയ്യുക. കിട്ടുമോന്നേ? ഇതിലേതാ ചെറുത്? ഏതാ ചെറുത്? 1.357 അല്ലേ? 2 ഡിജിറ്റ് വരെ എടുത്താലും മതി കേട്ടോ. കേട്ടോ? അല്ലെങ്കിൽ റൗണ്ടിങ് ഓഫ് ഒക്കെ നടത്തിയിട്ട് 1.357 1.36 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനിങ്ങനെ എടുത്തു പോയി. അപ്പോൾ 1.357 ഇതല്ലേ ചെറുത്? ആ ചെറുതിനെ ഓരോന്നും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ മാത്രം 1 കിട്ടും. 1.357/1.357 = 1. ഇതിൽ 4.08/1.357 = 3.006 കിട്ടിയോ? ഇതോ 2.7/1.357 = 1.989 കിട്ടിയില്ലേ? ക്ലിയർ? ഇനി നിയറസ്റ്റ് ഹോൾ നമ്പർ എഴുതണം. ഏറ്റവും അടുത്ത ഹോൾ നമ്പർ. ഇതിലേതാ ഏറ്റവും അടുത്ത ഹോൾ നമ്പർ? 3 അല്ലേ മക്കളെ? ഇതിലേതാ അടുത്ത ഹോൾ നമ്പർ? 2. ഇതിൽ പിന്നെ 1 തന്നെ കിട്ടിയോ? ഇത്ര എഴുതി. ക്ലിയർ ആയില്ലേ? ഇനി പറയണ്ടല്ലോ. ഇനി നിങ്ങൾ റിവേഴ്സ് ഇത് കേട്ടാൽ മതി കേട്ടോ. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു പറഞ്ഞേ. എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു ഈ കിട്ടിയ നമ്പർ അതേപോലെ ചോദിച്ചാൽ C3 H2Cl കിട്ടിയോ? ഇനി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. സോറി, ഇനി എന്ത് ചെയ്യണം? എംപിരിക്കൽ ഫോർമുല മാസ് ഈക്വൽ ടു 3 × 12 + 2 × 1 + 35.5 കിട്ടിയില്ലേ? അത് എത്ര കിട്ടും? 36 അല്ലേ? 36 + 2 + 35.5 അല്ലേ? അപ്പോൾ അത് എത്ര കിട്ടുമെന്ന് വിചാരിച്ചാൽ 73.5 കിട്ടും കേട്ടോ. 73.5. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിലേ ഇനി നമ്മൾക്ക് അറിയാലോ മോളിക്കുലർ മാസ് നമുക്ക് തന്നിട്ടില്ലേ? എത്ര മോളിക്കുലർ മാസ്? 147. അപ്പോൾ ഞാൻ സ്ഥലമില്ല ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എഴുതുന്നില്ല. വാട്ട് ഈസ് ഇനി അടുത്ത സ്റ്റെപ്പ്? n = ഇവിടെ എഴുതാം. ഇവിടെ n = പറ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ പറയൂ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എത്ര മോളിക്കുലർ മാസ്? 147. എംപിരിക്കൽ ഫോർമുല മാസോ 73.5. അപ്പോൾ ഇത് 2 കിട്ടും. കറക്റ്റ് 2 കിട്ടുന്നില്ല. ഒരു 1.95 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 2 എഴുതിക്കോ കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതല്ലേ n. സോ വാട്ട് ഈസ് മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു? എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n. ഈ സ്റ്റെപ്പ് എഴുതണേ. സ്റ്റെപ്പിന് മാർക്കുണ്ട്. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n. അപ്പോൾ എത്ര എംപിരിക്കൽ ഫോർമുല? C3 H2 അല്ലേ? Cl. അത് ഇൻറ്റു 2 അല്ലേ? അപ്പോൾ ആൻസർ C6 H4 Cl2. C6H4Cl2. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവലുണ്ട്. അപ്പോൾ എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല അല്ലേ നമ്മൾ പറഞ്ഞ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 32.8% സോഡിയം, 32.8% സോഡിയം, 22.5 22.5% സൾഫർ, 45% 45% oxygen. If the vapor density of the compound is vapor density of the compound is 71, find its molecular formula. Okay, അപ്പോൾ നമുക്ക് ആദ്യം എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. നേരത്തെ അതേ സ്റ്റെപ്പ്. എലമെൻ്റ് എഴുതുക, പെർസെൻറ്റേജ് എഴുതുക, റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് എഴുതുക, സിംപ്ലസ്റ്റ് റേഷ്യോ, നിയറസ്റ്റ് ഹോൾ നമ്പർ. പഠിച്ചോ? എന്തൊക്കെയാണ്? എലമെൻ്റ്, പെർസെൻറ്റേജ്, റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്, സിംപ്ലസ്റ്റ് റേഷ്യോ, നിയറസ്റ്റ് ഹോൾ നമ്പർ. ആദ്യം സോഡിയം അല്ലേ? എന്നെ സിമ്പിൾ എഴുതുക. എന്നെ എത്ര? 32.8. അപ്പോൾ നമ്മൾ അതിൻ്റെ ആറ്റമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി മാറും? റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ആവും. അപ്പോൾ 32.8/23 എത്ര കിട്ടും? 1.42. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 32.8/23 1.43. അടുത്തത് സൾഫർ S 22.2
22.5% അല്ലേ പറഞ്ഞേ 22.5 ഓക്കെ 22.5 എഴുതിയില്ലേ ദെൻ അടുത്തത് യെസ് അതിൻ്റെ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് എത്ര 22.5 ബൈ ആറ്റമിക് മാസ് സൾഫർ എത്ര ആറ്റമിക് മാസ് സൾഫർ 32 ഓക്കെ അത് 0.703 കിട്ടും അടുത്തത് ഓക്സിജൻ്റെ സിമ്പിൾ O 45 അല്ലേ പെർസെൻറ്റേജ് 45/16 എത്ര 45/16 2.81 അപ്പോൾ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ആറ്റംസ് കണ്ടുപിടിച്ചില്ലേ എത്ര വാല്യൂസ് 1.42 0.73 2.81 ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് സിംപ്ലസ്റ്റ് റേഷ്യോ അല്ലേ എങ്ങനെയാണ് സിംപ്ലസ്റ്റ് റേഷ്യോയിൽ ഈ കിട്ടിയിരിക്കുന്ന ഓരോന്നിലും ഏറ്റവും ചെറുത് ഏതാണോ അതിനെ കൊണ്ട് ഓരോന്നിനും ഡിവൈഡ് ചെയ്യാം അപ്പോൾ 0.703 അല്ലേ ചെറുത് അപ്പോൾ ഒന്നാമത്തത് 1.420/0.703 ഉത്തരം 2.019 കിട്ടിയോ രണ്ടാമത്തത് 0.703/0.703 ഉത്തരം 1 മൂന്നാമത്തത് 2.81/0.703 ഉത്തരം 3.99 കിട്ടിയോ ഇനി നിയറസ്റ്റ് ഹോൾ നമ്പർ ചെയ്യണം നിയറസ്റ്റ് ഹോൾ നമ്പർ ചെയ്യുമ്പോൾ ഇതെത്ര കിട്ടും 2.0192 1 തന്നെ 3.994 അപ്പോൾ ഇനി ബാക്കി സ്റ്റെപ്പ് നമുക്കറിയുന്നതാണ് യെസ് അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് എംപിരിക്കൽ ഫോർമുല ഈസ് ഈക്വൽ ടു പറയൂ എംപിരിക്കൽ ഫോർമുല ഈസ് ഈക്വൽ ടു പറ എൻ എത്ര എൻ 2 അല്ലേ എൻ 2SO4 കിട്ടിയോ ഇനി എംപിരിക്കൽ ഫോർമുല മാസ് എത്ര എംപിരിക്കൽ ഫോർമുല മാസ് ഈസ് ഈക്വൽ ടു ഇത് ചെയ്താൽ മതി 2 × 23 + 32 + 4 × 16 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും 142 വരും കേട്ടോ എന്ന് നിങ്ങൾക്കൊരു പുതിയ ടേം തരും വേപ്പർ ഡെൻസിറ്റി അതൊന്നുമില്ല വേപ്പർ ഡെൻസിറ്റിയുടെ ഡീറ്റെയിൽഡ് ഇപ്പം ഞാൻ പറയുന്നില്ല പക്ഷേ പകരം ഏത് മോളിക്കുലർ മാസും വേപ്പർ ഡെൻസിറ്റി തമ്മിൽ ബന്ധമുണ്ട് മോളിക്കുലർ മാസ് ഈസ് ഈക്വൽ ടു 2 × വേപ്പർ ഡെൻസിറ്റി 2 × വേപ്പർ ഡെൻസിറ്റി അത് പഠിച്ചാൽ മതി ഇപ്പോൾ കേട്ടോ ബാക്കി എൻട്രൻസ് ക്ലാസ് പറഞ്ഞു തരും ഇപ്പോൾ 2 × എത്ര വേപ്പർ ഡെൻസിറ്റി 71 ദാറ്റ് ഈസ് ഈക്വൽ എത്ര 142 ഓക്കെ ക്ലിയർ ഇനി അവസാനത്തെ സ്റ്റെപ്പ് ആണ് ഞാനിവിടെ സ്ഥലമുള്ള സ്ഥലത്ത് എഴുതുന്നുണ്ട് N ഈസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇതെപ്പോഴും എഴുതണം കേട്ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു 142/142 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 therefore മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു സ്റ്റെപ്പ് എഴുതണം എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N ഇങ്ങനെ തന്നെ എഴുതണം എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക സെയിം ഏതാണ് Na2SO4 ക്ലിയർ ആയോ Na2SO4 ഓക്കെ ക്ലിയർ ആയില്ലേ യെസ് അപ്പോൾ എല്ലാവരും അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എൻ ഓക്സൈഡ് ഓഫ് അയൺ കണ്ടെയ്ൻസ് 70% അയൺ ഫൈൻഡ് ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല 2 എലമെൻറ്റ് മാത്രം അപ്പോൾ ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഉണ്ടാവും അയൺ ഉണ്ടാവും 70% അയണും 30% ഓക്സിജനും കാരണം ടോട്ടൽ 100% അല്ലേ അതിൽ അയണും ഓക്സിജനും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് അതേപോലെ എഴുതുക എലമെൻറ്റ് പിന്നെയോ പേഴ്സൻറ്റേജ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് സിംപ്ലസ്റ്റ് റേഷ്യോ നിയറസ്റ്റ് ഹോൾ നമ്പർ ഓക്കെ അല്ലേ അപ്പോൾ നിയറസ്റ്റ് ഹോൾ നമ്പർ അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ നോക്കുക പിന്നെ ഇത് 70 അല്ലേ ഉള്ളത് അപ്പോൾ 70/56 അല്ലേ ആറ്റമിക് മാസ് 70/56 എത്ര വരും 1.25 വരും ഇത് ചെയ്ത് നോക്കണേ കറക്റ്റായിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് 70/56 1.25 നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി കറക്റ്റാണ് നോക്കുക ഇത് ഓക്സിജൻ 30 അല്ലേ 30 ആകുമ്പോൾ 30/16 എത്ര 1.87 1.87 കിട്ടിയില്ലേ അപ്പോൾ 1.87 കിട്ടി അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇതിൽ ചെറുതേതാ 1.25 അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടില്ലേ അപ്പോൾ 1.25/1.25 എത്ര 1 ഇത് 1.87/1.25 അറൗണ്ട് 1.5 കിട്ടും കറക്റ്റ് അല്ല അതിനടുത്ത് കിട്ടും കേട്ടോ അപ്പോൾ അന്നേരം നമ്മൾ ചെറിയ പ്രശ്നമുണ്ട് 1.5 ഏതെങ്കിലും അതിനടുത്തുള്ളൊരു നമ്പർ വന്നാൽ അത് ഹോൾ നമ്പർ ആക്കുമ്പോൾ 1 എഴുതാൻ പറ്റില്ല 2 എഴുതാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ആക്കും അപ്പോൾ ഈ 1.5ന് ഏത് 0.5 വന്നാലും ഇൻറ്റു 2 ചെയ്യുക അപ്പോൾ നിയറസ്റ്റ് ഹോൾ നമ്പറിൽ ഇത് എത്ര എഴുതുക 3 പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം അതിനെ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല മുകളിലത്തതിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എല്ലാറ്റിനെയും ഇവിടെ ഒന്നേ ഉള്ളൂ അപ്പോൾ 1 × 2 2 കിട്ടിയോ
ഇതാണ് സംഭവം. അപ്പോൾ 1.5 വന്നാൽ ചെയ്യേണ്ടത് മനസ്സിലായോ? 1.5 വന്നാൽ 1 എഴുതാൻ പറ്റില്ല, 2 എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുക, അപ്പോൾ 3, മറ്റേത് എത്ര 2. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും? എംപിരിക്കൽ ഫോർമുല ഇസ് ഈക്വൽ ടു Fe2O3. ക്ലിയർ ആയത് നോക്കിയേ? യെസ്. ഇനി നമ്മൾ ഈ ടോപ്പിക്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ള ഒരു ടേം ഉണ്ട്. അത് ഞാനൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി വിട്ടുപോയി, അത് അടുത്ത് പറയാൻ വേണ്ടി വന്നു. അറ്റോമിക് മാസ് യൂണിറ്റ് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. AMU കേട്ടില്ലേ എല്ലാവരും? അറ്റോമിക് മാസ് യൂണിറ്റ്, അറ്റോമിക് മാസ് യൂണിറ്റ്. അതിന് നമ്മൾ AMU എന്നല്ലേ എഴുതല്? AMU അല്ലെങ്കിൽ യു എന്ന് എഴുതും, യൂണിഫൈഡ് മാസ് എന്നുള്ള അർത്ഥം ഷോർട്ട് ഫോമിൽ യു എന്ന് എഴുതും. അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU കേട്ടില്ലേ? AMU അല്ലെങ്കിൽ യു എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ് കേട്ടോ? ഓക്കെ. ഇനി ചെയ്യേണ്ടത് ഒന്നുമില്ല, ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ഭാഗം എത്രയാണോ അതിനാണ് നമ്മൾ AMU എന്ന് പറയല്. സോ വാട്ട് ഈസ് AMU? It is 1/12th of the mass of 1 carbon 12 atom. 1/12th of the mass of 1 carbon 12 atom. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താൽ 1 AMU ഈക്വൽ ടു 1/12 ഇൻറ്റു മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. ശരിയല്ലേ? 1/12 ഇൻറ്റു മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. ക്ലിയർ ആയല്ലോ? ഇനി ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ്, അവോഗാഡ്രോ നമ്പർ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് എത്ര? 12 ഗ്രാം. അപ്പോൾ അവോഗാഡ്രോ നമ്പർ ആറ്റങ്ങളുടെ മാസം അല്ലേ 12 ഗ്രാം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസോ 12 അവോഗാഡ്രോ നമ്പർ. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/12 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ എത്ര? മോൾ കൺസെപ്റ്റ് പഠിച്ചതേ. ഇപ്പോൾ 12 ബൈ അവോഗാഡ്രോ നമ്പർ. അത് ഇങ്ങനെ വിചാരിച്ചാൽ മതി. എത്ര? അവോഗാഡ്രോ നമ്പർ ആറ്റങ്ങളുടെ മാസ് 12 ഗ്രാം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് 12 ബൈ അവോഗാഡ്രോ നമ്പർ. ഈ 12 കട്ടായില്ലേ? അപ്പോൾ ആൻസർ എത്ര? 1/6.022 ഇൻറ്റു 10⁻23 കിട്ടിയോ? അത് ചെയ്ത് കഴിഞ്ഞാൽ 1.66 ഇൻറ്റു 10⁻24 കിട്ടും. കിട്ടോ? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഗ്രാം കിട്ടും. ക്ലിയർ ആയില്ലേ? പരീക്ഷയ്ക്ക് ഇതാ ചോദിക്കല്, വാട്ട് ഈസ് AMU? ഫൈൻഡ് ദി മാസ് ഓഫ് 1 AMU ഇൻ ഗ്രാം. കിട്ടിയോ? വാട്ട് ഈസ് AMU? വാട്ട് ഈസ് AMU? AMU is atomic mass unit അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ശരിക്കും നോക്കിയേ. ഇനി AMUവിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ബോർഡ് എക്സാമിന് ചോദിക്കാറില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് NCERTയിലെ ടെക്സ്റ്റിൻ്റെ ബാക്കിലൊരു ചോദ്യം വന്നതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക. ഫൈൻഡ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 52 AMU ഹീലിയം, രണ്ടാമത്തെ 32 AMU ഓക്സിജൻ. ഇതിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്താ അറിയോ? AMU എന്ന് പറഞ്ഞാൽ ഈ ആറ്റമിക് മാസിൻ്റെ യൂണിറ്റാണ്. ഹീലിയത്തിൻ്റെ ആറ്റമിക് മാസ് എത്ര? അറ്റോമിക് മാസ് ഓഫ് ഹീലിയം എത്ര? പറയൂ. 4 അല്ലേ? അങ്ങനെയാണ് മക്കളെ 4 AMU ഹീലിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലൻ്റ് ടു ഒരു ആറ്റം ആയിരിക്കും. അങ്ങനെ പഠിച്ചാൽ മതി ഇപ്പോൾ കേട്ടോ. ഓക്കെ, 4 AMU ഹീലിയം ഈസ് ഈക്വലൻ്റ് ടു 1 ആറ്റം. അങ്ങനെയാണെങ്കിൽ therefore 52 AMU ഹീലിയം എത്ര? ദാറ്റ് ഈസ് ഈക്വലൻ്റ് ടു 52 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ എത്ര? 13 അല്ലേ വരിക? 52 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ 13 ആറ്റംസ്. കിട്ടിയോ? ഈ സ്റ്റെപ്പ് പഠിച്ചാൽ കേട്ടോ. ഓക്കെ, ഇനി 32 AMU ഓക്സിജൻ ഉള്ളത് എത്ര? ഓക്സിജൻ ആറ്റമിക് മാസ്, മോളിക്കുലർ മാസ് അല്ല. ആറ്റമിക് മാസ് ഓക്സിജൻ ഈക്വൽ ടു 16. ഓക്കെ, therefore എന്ത് പറയുക? 16 AMU ഓക്സിജൻ ഈക്വലൻ്റ് ടു എത്ര ആറ്റം? 1 ആറ്റം. അതുകൊണ്ട് 32 AMU ഓക്സിജൻ ഈക്വലൻ്റ് ടു എത്ര ആറ്റം പറയും? 2 ആറ്റംസ്. ഓക്കെ, അതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇപ്പോൾ AMU ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നായി കേട്ടോ, ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാലോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇപ്പോൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും വെള്ളവും ചേർക്കണം. ഗ്ലൂക്കോസിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഏതാ കൂടുതൽ എടുക്കൽ? ഗ്ലൂക്കോസ് ആണോ കൂടുതൽ എടുക്കൽ, വെള്ളമാണോ കൂടുതൽ എടുക്കൽ? വെള്ളം അല്ലേ? അപ്പോൾ ആ വെള്ളത്തിന് നമ്മളെന്ന് വിളിക്കും സോൾവെൻറ്റ്. ഓക്കെ, മലയാളത്തിൽ എന്നാ സോൾവെൻറ്റ് പഠിച്ചത്? ലായനി എന്നാ, ലായകം എന്നാ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. സോൾവെൻറ്റ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഏത് ഗ്ലൂക്കോസിനെ നമ്മളെന്ന് വിളിക്കും സൊല്യൂട്ട്. ഓക്കെ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. നിങ്ങൾക്ക് മലയാളം ടേമോ ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ ഗ്ലൂക്കോസ് ഏത്? സൊല്യൂട്ടും, വെള്ളം എന്ത്? സോൾവെൻറ്റും.
കൂടുതൽ എടുക്കുന്നതിനെ എന്ത് വിളിക്കും? സോൾവെൻറ്റ്. കുറച്ചെടുക്കുന്നതിനോ സൊല്യൂട്ട്. അത് രണ്ടും കൂടെ ചേർന്ന് ഉള്ള അതിന് ആ സൊല്യൂഷൻ അതിനെ എന്ത് വിളിക്കും? സൊല്യൂഷൻ എന്ന് വിളിക്കും. കേട്ടില്ലേ? സോൾവെൻറ്റും സൊല്യൂട്ടും ചേർത്താൽ എന്താ കിട്ടുക? സൊല്യൂഷൻ. ഇത്രയും മനസ്സിലായോ? അങ്ങനെ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ, മലയാള മീഡിയത്തിൽ പഠിച്ചതൊരു ഗാഢത, കേട്ടില്ലേ? കോൺസെൻട്രേഷൻ തന്നെ പഠിക്കണം. ഓക്കെ, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമ്മൾ 2-3 ടേംസ് ഉപയോഗിക്കലുണ്ട്. ഇത് 11ാം ക്ലാസ്സിൽ ആ ടേം ഒന്ന് മെൻഷൻ ചെയ്യാനേ ഉസ്താദ് പറയുന്നല്ലോ. ന്യൂമറിക്കൽസ് ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഞാൻ 1-2 മാത്രം ചെയ്ത് വെക്കാം കേട്ടോ. അതേസമയത്ത് 12ാം ക്ലാസ്സിൽ ഒരു സൊല്യൂഷൻ എന്ന പാഠത്തിൽ ഈ ടേംസ് ഒക്കെ വിശദമായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറ? ഒരു സൊല്യൂഷനിലുള്ള കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടേമാണ് മൊളാരിറ്റി. ഫസ്റ്റ് ടേം ഏതാ? മൊളാരിറ്റി. MOLARITY.